മ്യാൻമാറിലെ റഖൈൻ പ്രദേശത്ത് ജീവിക്കുന്ന റോഹിംഗ്യൻ ജനതയെ ചരിത്രം വിശേഷിപ്പിക്കുന്നത് അർക്കനീസ് ഇന്ത്യൻസ് എന്നാണ്. ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തിയിലെ റഖൈനിലെ മുസ്ലിം ജനത ബംഗ്ലാദേശ്, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നും യുവാൻ പ്രവിശ്യയിൽ നിന്നും കുടിയേറി പാർത്തവരെന്നാണ് മ്യാൻമാറിലെ ബുദ്ധമത ഭൂരിപക്ഷത്തിന്റെ വാദം. എന്നാൽ ക്രിസ്തുവർഷം 11-ാം നൂറ്റാണ്ടു മുതൽ ബർമയിൽ മുസ്ലിങ്ങൾ ജീവിച്ചിരുന്നതായി ചരിത്രം ചൂണ്ടിക്കാണിക്കുന്നു. ഒരു റോഹിംഗ്യൻ മുസ്ലിം യുവാവും ബുദ്ധമതക്കാരിയും തമ്മിലുള്ള പ്രണയവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഈ വംശശുദ്ധീകരണത്തിന് വഴിമരുന്നിട്ടത് എന്നും പറയപ്പെടുന്നു. എന്നും അധികൃത പരിവേഷം ചാർത്താൻ വിധിക്കപ്പെട്ട റോഹിംഗ്യൻ ജനതയ്ക്ക് നേരെയുള്ള കൊടും ക്രൂരതകളുടെ തുടക്കം 1978 മുതലാണ്. 1991-ലും 2012-ലും 2015-ലും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിലും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ട റോഹിംഗ്യൻ ജനതയുടെ എണ്ണം ലക്ഷക്കണക്കിനാണ്. നൂറ്റാണ്ടുകളായി മ്യാൻമാറിന്റെ മണ്ണിൽ അടിമകളെപ്പോലെയും അഭയാർത്ഥികളെപ്പോലെയും കഴിയാൻ വിധിക്കപ്പെട്ട ഇവരെ ഭൂമുഖത്തെ ഏറ്റവും വലിയ പീഡിത ന്യൂനപക്ഷമെന്ന് ഐക്യരാഷ്ട്രസഭ വിളിച്ചതിൽ ഒട്ടും അതിശയോക്തിയില്ല. റോഹിംഗ്യൻ ജനത നേരിടേണ്ടി വന്നത് വെറും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ മാത്രമല്ല, ഭരണകൂടവും നിയമനിർവഹണ സംവിധാനങ്ങളും ഭൂരിപക്ഷത്തിന്റെ ക്രൂരതകൾക്ക് ഒപ്പം നിന്നപ്പോൾ തീർത്തും ആശ്രയമറ്റ ഒരു ജനതയായി റോഹിംഗ്യകൾ. 1982 അവിടെ കൊണ്ടുവന്നൊരു നിയമം അനുസരിച്ച് ഇവർ ആ രാജ്യത്തെ പൗരന്മാരല്ല, പൗരത്തല്ല എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല, പിന്നെ നിങ്ങൾക്ക് റേഷൻ കാർഡ് ഉണ്ടാവില്ല, പിന്നെ കുട്ടിക്ക് സ്കൂൾ പഠിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് സർക്കാർ ജോലി ഉണ്ടാവില്ല, എന്തെങ്കിലും പ്രശ്നമായി നിങ്ങൾക്ക് പോലീസിന്റെ കോടതിയിൽ പരാതിപ്പെടാൻ പറ്റില്ല. അങ്ങനെ രാജ്യമില്ലാതെ, പൗരത്വമില്ലാതെ, ഒരു അടിസ്ഥാനമില്ലാതെ 10 ലക്ഷം ആളുകൾ അവരെവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന തോന്നും. അവരെ ബോട്ടുകളിലും കപ്പലുകളിലും കയറ്റിയിട്ട് പുറംകടലിലേക്ക് തള്ളുന്ന രീതിയിലാണ്. 1982-ലെ ബർമീസ് ദേശീയതാ നിയമം അഥവാ പൗരത്വ നിയമപ്രകാരം റോഹിംഗ്യൻ ജനങ്ങൾക്ക് പൗരത്വം നൽകേണ്ട എന്നായിരുന്നു ഭരണകൂടത്തിന്റെ തീരുമാനം. ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് എത്തിപ്പെട്ട കുടിയേറ്റക്കാരെന്ന കാരണമാണ് ഇതിനായി ഇവർ കണ്ടെത്തിയത്. ജന്മനാട്ടിൽ വിദേശികളെ പോലെ കഴിയുന്ന റോഹിംഗ്യൻ ജനതയെ എന്നും ഭരണകൂടങ്ങളും സൈന്യവും ആട്ടിപ്പായിച്ചു. റോഹിംഗ്യൻസിന്റെ എണ്ണം വർദ്ധിക്കാതിരിക്കാൻ പ്രത്യുൽപാദനത്തിന് പോലും നിയന്ത്രണം ഏർപ്പെടുത്താൻ മ്യാൻമാറിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. കുട്ടികളുടെ ജനന രജിസ്ട്രേഷൻ തടയുക, വിദ്യാഭ്യാസം നിഷേധിക്കുക, എന്തിന് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പോലും കൂച്ചുവിലങ്ങിട്ടാണ് ഇവരെ മർദ്ദകരായ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾ നേരിട്ടത്. 2012-ൽ റോഹിംഗ്യൻ മുസ്ലിം യുവാക്കൾ ബുദ്ധമതവിശ്വാസിയായ ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്തു എന്ന ആരോപണത്തെ തുടർന്നുണ്ടായ റഖൈൻ കലാപമാണ് ബുദ്ധമതവിശ്വാസികളും റോഹിംഗ്യൻ ജനതയും തമ്മിലുള്ള ശത്രുതയ്ക്ക് ആക്കം കൂട്ടിയത്. കലാപത്തെ തുടർന്ന് ഇരു വിഭാഗങ്ങളും പരസ്പരം പോരടിച്ചപ്പോൾ 57 മുസ്ലിങ്ങൾക്കും 31 ബുദ്ധമതക്കാർക്കും ജീവൻ നഷ്ടമായി. പിന്നീട് റഖൈന്റെ നിയന്ത്രണം പൂർണ്ണമായും സൈന്യത്തിന്റെ മേൽനോട്ടത്തിലായി. സൈന്യവും ഭരണകൂടവും ഭൂരിപക്ഷമായ ബുദ്ധമതവിശ്വാസികൾക്കൊപ്പം നിന്നതോടെ റോഹിംഗ്യൻസ് മ്യാൻമാറിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ഇത് റോഹിംഗ്യൻ ജനതയുടെ ചരിത്രത്തിൽ നിന്നും വർത്തമാനകാലത്തിന്റെ ഭൂമികയിലേക്ക് എത്തുമ്പോൾ ഈ ജനതയ്ക്കെതിരെയുള്ള കൊടിയപീഡനങ്ങൾ വർദ്ധിക്കുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. റോഹിംഗ്യൻ ജനതയുടെ യാതനകളുടെ നേർചിത്രമാണ് അയൽ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി കണ്ണുനട്ടിരിക്കുന്ന ഇവരിൽ കാണാനാകുന്നത്. ഈ കുഴഞ്ഞ മണ്ണിൽ കാലിടറുന്നതുപോലെയാണ് ഇവരുടെ ജീവിതവും. പിറന്ന മണ്ണിൽ ഉറച്ച് കാൽ ചവിട്ടാൻ കഴിയുന്ന ഒരു പ്രഭാതമാണ് ഈ ജനത സ്വപ്നം കാണുന്നത്. റഖൈനിൽ നിന്ന് പലായനം ചെയ്യുന്ന ആയിരക്കണക്കിന് റോഹിംഗ്യകളാണ് അയൽ രാജ്യങ്ങളിലെ അഭയാർത്ഥിവാതിലുകൾ തുറക്കുന്നതും കാത്തിരിക്കുന്നത്. കിലോമീറ്ററുകളോളം നടന്നും നായിക് നദി മറികടന്നുമാണ് പ്രതീക്ഷയുടെ തീരമണയുന്നത്. പകർച്ചവ്യാധികൾ ബാധിച്ചും ഭക്ഷണമോ ദാഹജലമോ ഇല്ലാതെ മരിച്ച കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെയും അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട മക്കളുടെയും അലമുറകളാണ് നായിക് തീരത്തിന് ഈ ലോകത്തിനോട് പറയാനുള്ളത്.
അംഗവൈകല്യം ബാധിച്ചവരും അസുഖബാധിതരും ഉൾപ്പെടെ പതിനായിരങ്ങളാണ് ഓരോ ദിവസവും ബംഗ്ലാദേശ് ലക്ഷ്യമാക്കി നീങ്ങുന്നത്. ഇവരുടെ എല്ലാം ആഗ്രഹം ഒന്നു മാത്രം, സമാധാനത്തോടെ ഒരു ദിവസം ഉറങ്ങാൻ കഴിഞ്ഞെങ്കിലെന്ന്. ഞങ്ങളും നിങ്ങളെപ്പോലെ മനുഷ്യരല്ലേ എന്ന ചോദ്യമാണ് ഓരോ റോഹിംഗ്യനും ലോകത്തോട് ചോദിക്കുന്നത്. ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിലെ ജീവിതവും വളരെ പരിതാപകരമാണ്. പലായനത്തിനിടെ പരിക്കേറ്റവർ, അസുഖം ബാധിച്ചവർക്ക് പുറമെ പകർച്ചവ്യാധികൾ, ഇവരുടെ ജീവിതം വീണ്ടും ദുരിതപൂർണ്ണമാകുന്നു. ക്യാമ്പുകളിലേക്ക് ഭക്ഷണ സാധനങ്ങളുമായി എത്തുന്ന വാഹനങ്ങളും കാത്തിരിക്കുന്നവരുടെ നിര മീറ്ററുകളോളം നീളും. വിശപ്പും ദാഹവും ക്ഷമയെ മറികടക്കുമ്പോൾ പലപ്പോഴും ഭക്ഷണ വിതരണം ഉന്തിലും തള്ളിലുമാണ് അവസാനിക്കുക. എങ്കിലും നല്ല ഒരു നാളെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ജീവിതം തള്ളി നിൽക്കുകയാണ് ഇവർ. ഒരു പൗരന്റെ മൗലികാവകാശമായ വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ട റോഹിംഗ്യയുടെ ഭാവി തലമുറയും ഈ ക്യാമ്പുകളിലുണ്ട്. സ്വന്തം രാജ്യത്ത് നിഷേധിക്കപ്പെട്ട നീതി മറ്റെവിടെയെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ. ദുരിതക്കയത്തിനിടയിലും ചായ പെൻസിലിൽ വരച്ച ചിത്രങ്ങൾ ഓലമേഞ്ഞ ഷെഡുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം ചിത്രങ്ങളിലും ഇടം പിടിച്ചിരിക്കുന്ന വീടുകളുടെ ചിത്രങ്ങൾ തന്നെയാണ് അവർ അനുഭവിക്കുന്ന യാതനകളുടെ ഏറ്റവും വലിയ തെളിവ്. വേദനകൾക്കിടയിലും ഈ കുരുന്നുകളുടെ മുഖത്തു വിരിയുന്ന ചിരിയിൽ മ്യാൻമാർ എന്ന രാജ്യം ഒരിക്കൽ തലകുനിക്കേണ്ടി വരും. Bawarga tu jangan rafis safi saina wari. Hujjadiyan dikide yang tu hujjadiyan dikide ara. Dik saina wari. Badang ara agi gue. Ay bade. മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെ സമരനായിക എന്ന് ലോകം വിളിച്ച ഓങ് സാൻ സൂചിയുടെ രാജ്യത്താണ് ഒരു ജനതയെ വംശഹത്യ ചെയ്യാനുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്. ഈ വിഷയത്തിൽ സൂചിയുടെ നിലപാട് ഒട്ടകപക്ഷി നയമാണെന്ന് ഇതിനോടകം തന്നെ ലോക നേതാക്കൾ വിമർശനം ഉയർത്തിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ് റോഹിംഗ്യൻ ജനതയെ മ്യാൻമറിൽ നിന്ന് ആട്ടിയോടിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇനിയും ആ രാജ്യത്തിന് ആയിട്ടില്ല. അതോടൊപ്പം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രതികൂല നിലപാട് മാറുമോ എന്നതാണ് ലോകരാജ്യങ്ങളും റോഹിംഗ്യൻ ജനതയും ഉറ്റുനോക്കുന്നത്. 1.5 ദശാബ്ദം പട്ടാള ഭരണകൂടത്തിന്റെ വീട്ടുതടങ്കലിൽ കഴിഞ്ഞ ഓങ് സാൻ സൂചിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് റോഹിംഗ്യൻ ജനതയ്ക്ക് ഏറെ പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ ബുദ്ധമത വിശ്വാസി കൂടിയായ ഓങ് സാൻ സൂചി റോഹിംഗ്യൻ വിഷയത്തിൽ കടുത്ത മൗനമാണ് പാലിച്ചത്. പോരാളിയിൽ നിന്നും ഭീരുവിലേക്കുള്ള രൂപാന്തരമാണ് മ്യാൻമാറിലെ സമരനായികയ്ക്ക് രാഷ്ട്രീയ പ്രവേശനത്തിലൂടെ സംഭവിച്ചത് എന്നാണ് ആരോപണം. റോഹിംഗ്യകൾക്ക് വേണ്ടി സംസാരിക്കണമെന്നാവശ്യപ്പെട്ട് നൊബേൽ സമ്മാന ജേതാക്കളായ മലാല യൂസഫ്സായും ഡെസ്മണ്ട് ടുട്ടുവും അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. ലോകരാജ്യങ്ങളുടെ കടുത്ത വിമർശനത്തിനൊടുവിൽ ഓങ് സാൻ സൂചി നടത്തിയ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും നിറച്ച പ്രസംഗത്തെ റോഹിംഗ്യൻ ജനതയും ലോകവും പുച്ഛിച്ചു തള്ളി. Process at any time, and those who have been verified as refugees from this country will be accepted without any problems and with full assurance of their security and their access to humanitarian aid. I understand that many of our friends throughout the world are concerned by reports of villages being burnt and of hordes of refugees fleeing. As I said earlier, there have been no conflicts since the 5th of September and no clearance operations. We too are concerned. We want to find out what the real problems are. There have been allegations and counter-allegations, and we have to listen to all of them. And we have to make sure that these allegations are based on solid evidence before we take action. Action will be taken against all peoples, regardless of their religion, race, or political position, who go against the laws of the land and who violate human rights as accepted by our international community. We have never been soft on human rights in this country. Our government has emerged as a body committed to the defense of human rights, not of any particular community's rights, but of the rights of all human beings within the borders of our country. റോഹിംഗ്യൻസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും മ്യാൻമാറിന്റെ ഇരട്ടത്താപ്പ് നയത്തെ വിമർശിച്ചുകൊണ്ടും ലോകമെമ്പാടും നിരവധി പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം മതമൗലികവാദത്തിന്റെ മുസ്ലിം മതരാഷ്ട്രവാദത്തിന്റെ ചില അംശങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ തരം പ്രവർത്തനം കൊണ്ട് അവിടെ ചില്ലറ വളരെ കുറച്ച് വർഗീയ കലാപങ്ങൾ ഈ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഈ 10 ലക്ഷം ആളുകളുടെ കൂട്ടത്തിൽ എത്രയോ ന്യൂനപക്ഷമാണ് ഈ തരം മതരാഷ്ട്രവാദവും മതരാഷ്ട്രീയവും പറയുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെ 10 ആൾ അവിടെ ഉണ്ട് എന്ന് വെച്ചിട്ട് ഈ സമൂഹത്തെ മുഴുവൻ ഭീകരവാദികൾ, തീവ്രവാദികൾ, അക്രമികൾ എന്നൊക്കെ വിളിക്കുന്ന വലിയ അന്യായം. എന്ന് വെച്ചാൽ അവർക്ക് ഭീകരവാദം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടാത്തതുകൊണ്ട്, വെള്ളം കിട്ടാത്തതുകൊണ്ട്, ചികിത്സ കിട്ടാത്തതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത തരത്തിൽ ദുർബലന്മാരും ആവശ്യന്മാരുമാണ് അതിൽ മഹാഭൂരിപക്ഷം. അപ്പോൾ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകൾ എന്താണെന്നുള്ളതിൻ്റെ നേർക്കാഴ്ച നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും.
വളരെ ക്രൂരമായിട്ടുള്ള പീഡനമുറകളായിരുന്നു അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. പട്ടാളക്കാരൊക്കെ വന്നിട്ട് 2-3 പേര് ഒക്കെ ചേർന്നിട്ടായിരിക്കും ഓരോ യുവാക്കളെയും ക്രൂരമായിട്ട് അതിക്രൂരമായിട്ട് മർദ്ദിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, നമ്മുടെ വീട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു മാറി പോകണം, അല്ലെങ്കിൽ നമ്മളെ കൊന്നുകളയും എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും മറ്റൊരു വീടൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് എവിടേക്കെങ്കിലും മാറി താമസിക്കണം എന്നുണ്ടെങ്കിൽ. അതേസമയം നമ്മുടെ ഈ ഒരു ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം വിട്ട് തന്നെ പോകണമെന്ന് മറ്റൊരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളുകൾ വന്നിട്ട് ഈ രാജ്യം വിട്ട് പൊയ്ക്കോളണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരുപക്ഷെ നമ്മൾ താമസിക്കുന്ന സ്ഥലം വിട്ട് പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് തെരുവോരത്തെങ്കിലും പോയി കിടക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തായാലും നമുക്ക് ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് കണ്ടിട്ട് വരാം. കെട്ടിടങ്ങളാണ് ഒറ്റയടിക്ക് തകർന്നില്ലാതായത്. അതിനകത്തുള്ള ആളുകൾ ഒരുപക്ഷെ മരിച്ചിട്ടുണ്ടാകാം. അതിനിടയിൽ ഇനിയും ആ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കടിയിൽ ഇനിയും മൃതദേഹങ്ങളുണ്ട് എന്ന് തന്നെ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഈ മൃതദേഹങ്ങൾ പോലും പുറത്തെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും മരണക്കണക്ക് ഇപ്പോൾ 1500-ലധികം എന്നുള്ളതാണ് ഔദ്യോഗികമായി വന്ന ഒരു കണക്ക്. അത് ഇനിയും ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ 3000-ലധികം പേർക്ക് ഇതുവരെ പരിക്ക് പറ്റിയിട്ടുണ്ട്. പരിക്ക് പറ്റി ചികിത്സയിലായും. അപ്പോഴും സൂചിപ്പിച്ചതുപോലെ തന്നെ ആശുപത്രികൾ അടക്കമുള്ള കെട്ടിടങ്ങളാണ് തകർന്ന് വീണതും. അവിടെയൊക്കെ ഈ ഭൂകമ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാവുകയാണ്. എന്തായാലും പരിക്ക് പറ്റിയവർ ഇതുവരെ 3000-ലധികം പേരുണ്ട്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. ഈ കെട്ടിടങ്ങൾക്കടിയിൽ ഒക്കെ മൃതദേഹങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനം മറ്റ് അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നതടക്കം മ്യാൻമാറിനൊപ്പം നിൽക്കുകയാണ് മറ്റ് ലോകരാജ്യങ്ങളൊന്നാകെ. ഇന്ത്യയും US-ഉം ചൈനയും ഒക്കെ ഇപ്പോൾ മ്യാൻമാറിലേക്ക് സഹായ വസ്തുക്കളുമായി എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ ഓപ്പറേഷൻ ബ്രഹ്മ, ഈ മ്യാൻമാറിനുള്ള സഹായം എത്തിക്കുന്ന ഓപ്പറേഷൻ ബ്രഹ്മ ആദ്യഘട്ടത്തിൽ 15 ടൺ ആയിരുന്നു ഇന്ത്യ അവശ്യ വസ്തുക്കൾ എത്തിച്ചത്. ഇതിൽ സ്ലീപ്പിംഗ് ബാഗുകൾ, മറ്റ് പുതപ്പ്, മരുന്നുകൾ, ഭക്ഷണം, ഇത്തരത്തിലുള്ള അവശ്യ വസ്തുക്കളുമായി ആദ്യം 15 ടൺ അവശ്യ വസ്തുക്കളുമായാണ് ഇന്ത്യ ആദ്യം സഹായം എത്തിച്ചത്. അതിന് പിന്നാലെ തന്നെ വീണ്ടും അടുത്ത വിമാനം കൂടി അയക്കുകയുണ്ടായി. അതിൽ 60 ടൺ സഹായ വസ്തുക്കളാണ്, അവശ്യ വസ്തുക്കളാണ് എത്തിച്ചത്. ഒപ്പം തന്നെ 118 മെഡിക്കൽ ടീമിനെ, 118 അംഗങ്ങളുള്ള മെഡിക്കൽ ടീമിനെ കൂടി ഇന്ത്യ അയച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ആർമി മെഡിക്കൽ ടീമിനെ സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രത്യേക സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിക്കുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. എന്തായാലും അവരിപ്പോൾ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്, മ്യാൻമാറിൽ എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം, മറ്റ് സഹായങ്ങളൊക്കെ ഊർജിതമായി തന്നെ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ടീമുകളായി തിരിഞ്ഞായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള ഒരു സഹായം. ഈ ആർമി ഉദ്യോഗസ്ഥരടക്കം ആവശ്യത്തിനും അതിലധികവും ആളുകൾ എടുത്തുപയോഗിക്കുന്ന ഒരു വാക്കാണ് കർമ്മ എന്ന് പറയുന്നത്. ശരിക്കും ഇത് തന്നെയല്ലേ കർമ്മ എന്ന് പറയുന്നത്? നോക്കൂ, ഒരു തെറ്റും ചെയ്യാത്ത പാവം മനുഷ്യരെ നിൽക്കുന്ന നിപ്പിൽ നാട് കടത്തി പോകാൻ ഒരിത്തിരി താമസിച്ചു കഴിഞ്ഞാൽ കൊല്ലുന്ന നടപടിയെടുത്തു. അതുപോലെ തന്നെ ഇതിൽ പല സംഭവങ്ങളും, അതായത് ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങളോട് അവിടെയുള്ള തമ്പുരാക്കന്മാർ കാണിച്ച ആ ഒരു ക്രൂരതകളുടെ പല മുഖങ്ങളും യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് കാണാൻ കഴിയും. നിരത്തി കിടത്തിയിട്ടിരിക്കുകയാണ്, ഇങ്ങനെ നിരത്തി കിടത്തിയിരിക്കുകയാണ്. ഓരോ കുടുംബത്തിലെയും തലമുറയുടെ ആണുങ്ങളുടെ മൃതശരീരങ്ങൾ ഇങ്ങനെ അതിൻ്റെ മുന്നിൽ നിന്ന് മാറത്തടിച്ച് നിലവിളിക്കുന്ന അമ്മമാരെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിലൂടെ കാണാം. അവർക്ക് ശരിക്കും പറഞ്ഞാൽ സ്വന്തം മക്കളുടെ മൃതദേഹം കണ്ടാൽ തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ ചീഞ്ഞളിഞ്ഞ അവസ്ഥയിലാണ് ആ മൃതദേഹങ്ങളെല്ലാം ഉള്ളത്. എല്ലാ മൃതദേഹങ്ങളും ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. കൊറോണ സമയത്ത് നമ്മൾ കണ്ടതാണ് മൃതദേഹങ്ങൾ നിരത്തിയിട്ടിരിക്കുന്നത്. പക്ഷേ അതൊക്കെ വെള്ള തുണിക്കെട്ടിൽ പൊതിഞ്ഞ മൃതദേഹങ്ങളും അല്ലാതെ വസ്ത്രത്തോടു കൂടിയ ജീർണിക്കാത്ത മൃതദേഹങ്ങളുമായിരുന്നു നമ്മൾ കണ്ടിരുന്നത്, അത്രയും അല്ലേ? പക്ഷേ ഇത് അത്തരത്തിലുള്ളതല്ല. തിരിച്ചറിയാൻ പോലും ആകാത്ത രീതിയിൽ അസ്ഥി വിട്ടു പോയ മാംസങ്ങളൊക്കെയുള്ള മൃതദേഹങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് കണ്ട ആ ഒരു ബന്ധുക്കളുടെ മാനസിക നില എത്രത്തോളം അവർ തകർന്നു പോയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും പറ്റില്ല അങ്ങനെ ആ ഒരു രംഗം കാണുന്നതിന്. അപ്പോൾ പിന്നെ ഉറ്റവരുടെ മൃതദേഹം അതുപോലെ കിടക്കുന്നത് കണ്ട എങ്ങനെ സഹിക്കാൻ പറ്റും? ഒന്നോ രണ്ടോ ഒന്നുമല്ല, ഞാൻ പെട്ടെന്ന് ആ ഒരു രംഗം കണ്ടപ്പോൾ ഓർത്തു പോയത് എന്താണെന്നറിയാമോ? ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പോകുന്ന ഒരു വഴിയിൽ ഒരു പട്ടി ചത്ത് കിടക്കുകയായിരുന്നു. അത് ഗ്യാസ് വണ്ടി ഏതാണ്ട് വന്ന് ഇടിച്ച്
അങ്ങനെ മരിച്ച് പോയതാണ്. അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബോഡി ആരും എടുത്ത് മറവ് ചെയ്തില്ല. അപ്പോൾ കാക്കയൊക്കെ കൊത്തി വലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്തുകൂടി പോകുമ്പോൾ അനുഭവപ്പെട്ട ആ ഒരു ദുർഗന്ധം, ഒടുവിൽ ഞാൻ ഷാള് കൊണ്ട് വായയും മൂക്കും പൊത്തിപ്പിടിച്ചു. അതിന് ശേഷം എന്ത് ചെയ്തെന്നോ, കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്വാസം മുട്ടിയപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒരിത്തിരി ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ തുറന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മോ, ഛർദ്ദിക്കാൻ മുട്ടി എനിക്ക്. ഞാൻ ഓർക്കാനിച്ച് പോയി, ഞാൻ പോലും അറിയാതെ ഞാൻ ഓർക്കാനിച്ച് പോയിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും മനുഷ്യൻ്റെ ശവശരീരങ്ങൾ വാരിക്കൂട്ടി ഇങ്ങനെ നിരത്തി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, അടുക്കി ഇട്ടിരിക്കുകയാണ് 2 ലൈനായിട്ട്. ഞാൻ കണ്ടതാട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ കൈവശമുണ്ട്, ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനൊക്കും, കോപ്പിറൈറ്റും സ്ട്രൈക്കും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് ഞാനത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാതിരിക്കുന്നത്. കാരണം പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ബ്ലറർ ചെയ്തിട്ട് ചെയ്യാൻ എനിക്കിട്ട് അറിയത്തുമില്ല. ഉള്ള സത്യം ഞാനങ്ങ് പറയാലോ, അതെനിക്കിട്ട് അറിയത്തുമില്ല. എനിക്ക് ഈ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എൻ്റെ മകളാണ്. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചിട്ടുമില്ല, അവളെനിക്ക് പറഞ്ഞു തന്നിട്ടുമില്ല. ഇനി അതങ്ങനെയൊക്കെ പഠിച്ചിട്ടാണെങ്കിൽ അവളിപ്പോൾ ഇവിടെ വീട്ടിലില്ലേം താനും. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ആ ഒരു മാറത്തടിച്ച് നിലവിളിച്ച ആ ഒരു മാതാപിതാക്കൾ അച്ഛനമ്മമാരുടെ മുന്നിലിട്ട് പട്ടാളക്കാർ ഈ പറയുന്ന മനുഷ്യരോട് ചെയ്യുന്ന ആ ക്രൂരതകൾ, തോക്കിൻ്റെ പാത്തി കൊണ്ട് അടിക്കുകയും ചെകിടത്തടിക്കുകയും മുഖത്ത് ചവിട്ടുകയും ഒക്കെ ചെയ്ത ആ ഒരു ക്രൂരതകളുണ്ടല്ലോ, ചെറിയ മക്കളുടെ അമ്മയുടെ മാറത്ത് അമ്മിഞ്ഞപ്പാൽ കുടിച്ച് കിടക്കേണ്ട പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുടെ തലയിൽ പോലും ഇവർ മാരകമായിട്ട് വെട്ടിയിട്ട് ആ ഭാഗത്തെ സ്കിന്നോട് കൂടി മാംസം വിട്ട് നിൽക്കുന്ന, എന്താണ് പറയുന്നത്, മാംസത്തോടു കൂടി തൊലി വെട്ടി നിൽക്കുന്ന അവസ്ഥ. എന്തായാലും അതുപോലെയുള്ള ഇതുണ്ട്. അതൊന്നും പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാണിക്കാൻ പറ്റില്ല. പച്ചയ്ക്ക് തീ കത്തിക്കുന്ന, ജീവനോടെ തീ കത്തിച്ച് കളയുക. കുഞ്ഞു മക്കളെയൊക്കെ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കി വെക്കുന്നത് പോലെ തീക്കുണ്ടത്തിലേക്ക് എടുത്തിടുക. എന്തൊക്കെ അവർ കാട്ടിക്കൂട്ടിയത്, അതിൻ്റെയൊക്കെ കർമ്മത്തിൻ്റെ ഫലമാണ് ഇന്ന് അവരനുഭവിക്കുന്നത്. ചന്തി കടിച്ചു വിടുമെന്ന് മാത്രമേ എനിക്കിതിന് പറയാൻ പറ്റുള്ളൂ. ചുരുളി സിനിമ മ്യാൻമാറിലെ ഈ മ്യാൻമാറിൽ ഇതുപോലെയുള്ള ക്രൂരതകൾ ആ പാവങ്ങളോട് ചെയ്ത എല്ലാവർക്കുമായിട്ട് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. അത്രേ പറയാൻ പറ്റൂ. അല്ലാണ്ട് നമുക്ക് പച്ചയ്ക്ക് വന്നിരുന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, ഒരു ലിമിറ്റില്ലേ എല്ലാത്തിനും. ഇപ്പോൾ നമ്മളെ കുണൂജയുടെ ഫാൻസ് വന്ന് ആക്രമിക്കുമ്പോൾ നമ്മൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നു എന്ന് കരുതിയിട്ട് നമുക്ക് അങ്ങനെ അങ്ങ് പച്ചയ്ക്ക് എപ്പോഴും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കാണിച്ചു കൂട്ടിയത് നിങ്ങളുടെ കർമ്മഫലമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷേ അതിലും വിഷമിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതൊന്നും അറിയാതെ പോയ ഒരുപാട് പാവങ്ങളുണ്ട്, അവരും അനുഭവിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. അത് ശരിയാണ്. ഇപ്പോൾ ദേ വാരിക്കോരി സഹായ ഹസ്തങ്ങളുമായിട്ട് എല്ലാവരും രംഗത്ത് വന്നിട്ടുണ്ട്. അന്നും ആ ഒരു സമയത്ത് ഞാൻ അറിഞ്ഞ ഒരു ന്യൂസ് എന്ന് വെച്ചാൽ, പ്രധാനമന്ത്രി ഇടപെട്ടിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള ക്രൂരതകൾ കാണിക്കരുത് എന്ന് വിലക്കിയതായിട്ടൊക്കെ. ആ ഒരു ടൈമിൽ പത്രങ്ങളിൽ പത്രങ്ങളല്ല, ഇപ്പോൾ പത്രങ്ങൾ ഞാനൊന്നും പത്രം വായിക്കാറില്ല, നോക്കാറില്ല. അതുകൊണ്ട് പിന്നെ പത്രങ്ങളുടെ കാര്യം ഞാൻ വിട്ടേക്കാം. മൊബൈലിലെ പഴയ വീഡിയോകളൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എന്നാൽ കുറേ പേര് പറയും ഞാൻ ചാണകം വന്നിരുന്ന് പറയുന്നു. ചാണകവും അല്ല, തീട്ടവും അല്ല, അല്ലാണ്ട് ഞാൻ പറഞ്ഞതാട്ടോ. അപ്പോൾ എന്തായാലും കർമ്മഫലമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിനാശകാലേ വിപരീത ബുദ്ധി. പണ്ടൊക്കെ ഇതൊക്കെ പതുക്കെ ചാവാൻ കിടക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങാതെ, ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യർ ചാവാൻ സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങാതെ, നോക്കാൻ ആരുമില്ലാതെ വർഷങ്ങളോളം ഒരേ കിടന്ന് മുതുവിൻ്റെയും കഴുത്തിൻ്റെയും മെഡലിയുടെയും ഒക്കെ തൊലിയൊക്കെ ഉരിഞ്ഞു പോയി കിടപ്പിൽ 1ഉം 2ഉം ഒക്കെ ചെയ്ത് ഒടുവിൽ എല്ലാവർക്കും ശല്യമായി മാറി വെള്ളം പോലും ഇറങ്ങാതെ ചാവുമായിരുന്നു. പണ്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ദൈവം. ഇപ്പം അങ്ങനെയൊന്നുമല്ല, കൈയോടനെ ഓൺ ദി സ്പോട്ടിൽ കൊടുക്കുകയാണ്. ഈ ഒരു സംഭവം നടന്നിട്ട് ഒരു 10 വർഷത്തിനകത്തൊക്കെ ആവുള്ളൂ. പക്ഷേ 10 വർഷത്തിനകത്തേ ആവുള്ളൂ. പക്ഷേ ഈ ഒരു മ്യാൻമാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വരും ഈ സംഭവങ്ങൾ. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ ഒരു സമയത്ത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഫോണൊക്കെ കിട്ടിയ ഒരു സമയമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഒരുപാട് കയറി വരുമായിരുന്നു. ഒരെണ്ണം നോക്കുമ്പോൾ പിന്നെ അത് റിപ്പീറ്റ് അടിച്ച് വരുമല്ലോ. അപ്പോൾ ഇതാണ് പറയുന്നത് കർമ്മഫലം വിനാശകാലേ വിപരീത ബുദ്ധി. അപ്പോൾ മ്യാൻമാറിലെ ഭരണാധികാരികൾ ചെന്ന് വലിയൊരു
അത്രേ പറയാനുള്ളൂ. എന്തായാലും ഇതിൽ കൂടുതലൊന്നും ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്താണ് പറയാമെന്ന് തോന്നിയാൽ, എന്താണ് പറയാൻ തോന്നുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.